ഹായ് വെൽക്കം ബാക്ക്. ഈ ET283 ഇൻട്രൊഡക്ഷൻ ടു പവർ എഞ്ചിനീയറിങ്ങിൻ്റെ തേർഡ് ലെക്ചർ സീരീസാണ്. നമ്മൾ നേരത്തെ DC ഡിസ്ട്രിബ്യൂട്ടർ എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. ഇതിൽ AC ഡിസ്ട്രിബ്യൂഷൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷേ ഇതേവരെ AC ഡിസ്ട്രിബ്യൂഷൻ്റെ കാൽക്കുലേഷൻ അങ്ങനെ ഈവൻ ഇലക്ട്രിക്കൽ പിള്ളേർക്ക് പോലും അത്ര അധികം ചോദിക്കാറില്ല. കൂടുതൽ ഈ DC ഡിസ്ട്രിബ്യൂട്ടർ കാൽക്കുലേഷനാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നൗ DC ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ പല രീതിയിലായിട്ട് വരും. കോൺസെൻട്രേറ്റഡ് ലോഡിങ്, യൂണിഫോം ലോഡിങ്, ബോത്ത് കോൺസെൻട്രേറ്റഡ് ആൻഡ് യൂണിഫോം ലോഡിങ്. അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, the concentrated loads are those which act on particular points of the distributor. Concentrated load എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇത് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ്. ഇൻ distribution calculation, one important point of interest is the determination of point of minimum പൊട്ടൻഷ്യൽ ഓൺ ദ ഡിസ്ട്രിബ്യൂട്ടർ. DC ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേഷനിൽ നമ്മളൊരു വലിയൊരു ഇതെന്താ വെച്ചാൽ ഏറ്റവും മിനിമം പോയിൻ്റ് എവിടെയാണ് പൊട്ടൻഷ്യൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കും. ദ പോയിന്റ് വേർ ഇറ്റ് ഒക്കേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലോഡിംഗ് കണ്ടീഷൻ ആൻഡ് ദ മെത്തേഡ് ഓഫ് ഫീഡിങ് ദ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഏത് ടൈപ്പ് ഫീഡറാണ്, എങ്ങനത്തെ ടൈപ്പ് ഫീഡിങ്, അതായത് കോൺസെൻട്രേറ്റഡ് ആണോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. ദ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് സോ ഡിസൈൻ ദാറ്റ് മിനിമം പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 6% ഓഫ് റേറ്റഡ് വോൾട്ടേജ് ഓൺ ദ കൺസ്യൂമേഴ്സ് ടെർമിനൽ. അതായത് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്, അതായത് കൺസ്യൂമറിൻ്റെ അവിടെയുള്ള വോൾട്ടേജ് 6%-നെക്കാട്ടും കുറയാൻ പാടില്ല. ആ രീതിയിലാണ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. 1. DC distributor fed at one end. അതിൽ കോൺസെൻട്രേറ്റഡ് ലോഡിങ്. This is a figure showing single line diagram of a two-wire DC distributor AB fed at one point A having a concentrated loads I1, I2, I3, I4 tapped off at C, D, E, F. Let R1, R2, R3, R4 be the resistance of both wires. അതായത് ഇത് DC ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലേ. നമ്മൾ നേരത്തെ AC ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് 3 വയർ ഉണ്ടാവും. DC ഡിസ്ട്രിബ്യൂട്ടർ ആകുമ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ 2 വയേഴ്സ്. അപ്പോൾ R1, R2, R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ് പറഞ്ഞു. അതിൽ AC R1 അത് ഇത് ആയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ നോക്കുക, കറണ്ട് ഫെഡ് ഫ്രം പോയിൻ്റ് എ. കറണ്ട് ഫെഡ് ഫ്രം പോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 ആണല്ലോ. കറണ്ട് ഇൻ AC സെക്ഷൻ ആകുമ്പോൾ, അപ്പോൾ കറണ്ട് ഇൻ AC സെക്ഷനാണ് I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4. ഇത് കറണ്ട് ഇൻ CD സെക്ഷൻ ആകുമ്പോൾ എന്താണ്? ഇതിൽ നിന്ന് I1 കുറയും, I2 പ്ലസ് I3 പ്ലസ് I4. ഇനി കറണ്ട് ഇൻ D സെക്ഷൻ ആകുമ്പോഴോ I2 കുറയും, എന്താണ്? I3 പ്ലസ് I4. EF സെക്ഷനിലാകുമ്പോഴോ I4 വരും അല്ലേ. അങ്ങനെയാണ് ഇവിടുത്തെ കറണ്ട് ഉണ്ടാവുക. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ AC സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 ഇൻറ്റു R1 ആണ് അല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ CD ആണെങ്കിലോ I1 പ്ലസ് I2 പ്ലസ് I1 ഇല്ലല്ലോ, I2 പ്ലസ് I3 പ്ലസ് I4 ഇൻറ്റു R2. അങ്ങനെ ഇതേവരെയുള്ളതാണ് ഈ എഴുതിയിരിക്കുന്നത്. ദെർഫോർ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഈസി ടു സീ ദ മിനിമം പൊട്ടൻഷ്യൽ വിൽ ഒക്കർ അറ്റ് പോയിൻ്റ് എഫ്. നമുക്കറിയാം, ഇവിടുന്ന് നോക്കിയാൽ തന്നെ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് എഫ് ആണ്, വിച്ച് ഈസ് ഫാർദസ്റ്റ് അവേ ഫ്രം ദ ഫീഡിംഗ് പോയിൻ്റ് എ. ഇതാണ് കോൺസെൻട്രേറ്റഡ് ലോഡിൽ ഫെഡ് അറ്റ് വൺ എൻഡിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കും. ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ ട്യൂട്ടോറിയൽ സെക്ഷനിൽ ചെയ്യും. ഓക്കെ, നൗ യൂണിഫോംലി ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് വൺ എൻഡ്. നേരത്തെ പറഞ്ഞാൽ പല സ്ഥലത്ത് നിന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് നോക്കിയോ ഒന്നുമില്ല അല്ലേ, അവിടുത്തെ റെസിസ്റ്റൻസും കറണ്ടും മാത്രമാണ് നോക്കി. പക്ഷേ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു വയർ പോകുന്നുണ്ട്. ആ വയറിൽ ഈക്വലി ഒരു 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് കറണ്ട് ഈക്വൽ ആവുന്ന രീതിയിൽ, അപ്പോൾ യൂണിഫോംലി കറണ്ട് ഈക്വൽ ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത്. അതാണ് പറയുന്നത്. Figure shows the single line diagram of a two-wire DC distributor AB fed at one end A and loaded uniformly I amperes per meter length. ഓരോ മീറ്റർ ലെങ്ത്തിലും I amperes വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഒക്കെ I മീറ്റർ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് അറ്റ് എവറി 1 meter length of the distributor the load tapped is I amperes. Let L be the total meters length. L meters be the total length of the distributor and R ohm be the resistance per meter run. അപ്പോൾ ഓരോ മീറ്ററിലും 6 ഓം ഉണ്ട് വിചാരിക്കാം. ഇനി നമ്മളിവിടെ കൺസിഡർ എ പോയിൻ്റ് C. നമ്മളൊരു ഇനി ഇതെങ്ങനെയെന്ന് കാണാൻ പോകണം, മിനിമം ഇതൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ കൺസിഡർ ഒരു C എന്നുള്ളൊരു പോയിൻ്റ് ഡിസ്റ്റൻസ് എക്സിൽ നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ കറണ്ട് ഓൺ ദ പോയിൻ്റ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? ടോട്ടൽ കറണ്ട് എന്താണ്? I ഇൻറ്റു L ആണ്. ഓരോ മീറ്ററിലും I അല്ലേ, അപ്പോൾ I ഇൻറ്റു L മീറ്റേഴ്സ് ഉണ്ട്. I ഇൻറ്റു L. ഇവിടുത്തെ കിട്ടുന്നത് എന്തെങ്കിൽ എന്ത് ചെയ്താൽ മതി, I ഇൻറ്റു L മൈനസ് എന്ത് ചെയ്താൽ മതി,
കൺസെപ്റ്റ് നമുക്ക് കറണ്ട് പോയിൻ്റ് ഓൺ സി അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ മൈനസ് ഇവിടെ നിന്ന് ചെയ്താൽ മതി, ഇവിടെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഇവിടെ നിന്നുള്ള ഇങ്ങോട്ട് കറണ്ട് കിട്ടും. അപ്പോൾ എന്താണ് ഐ എൽ മൈനസ് ഐ എക്സ് ആംബിയേഴ്സ് വന്നു. ഓക്കെ, അതാണ് കൺസിഡർ എ പോയിന്റ് സി ഓൺ ദ ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഐ എക്സ് മീറ്റേഴ്സ് അവേ ഫ്രം ദ ഫീഡിംഗ് പോയിന്റ് എ. അപ്പോൾ ഐ എൽ മൈനസ് ഐ എക്സ് ചെയ്തു. അപ്പോൾ എന്താണ് ഐ എൽ മൈനസ് ഐ എക്സ് എന്നാൽ ഐ ഇൻറ്റു എൽ മൈനസ് എക്സ് ആംബിയേഴ്സ്. അപ്പോൾ ഇവിടം വരെയുള്ള കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഐ ഇൻറ്റു എൽ മൈനസ് എക്സ്. കൺസിഡർ എ സ്മോൾ ലെങ്ത് ഡി സി അറ്റ് പോയിൻറ്റ് നിയർ ദ പോയിൻറ്റ് സി. അപ്പോൾ റെസിസ്റ്റൻസ് ആർ ഡി എക്സ് ആണെന്ന് വിചാരിക്കാം. ചെറിയ പോയിൻറ്റിലെടുത്തുള്ള ആർ ഡി എക്സ് ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ എന്തായിരിക്കും, ഡി വി ഈസിക്കൽ ടു എന്താണ് ദിസ് കറണ്ട് ഇൻറ്റു ആർ ഡി എക്സ് ആയിരിക്കും. ഐ ഇൻറ്റു ആർ അല്ലേ, അതാണ് ഏജ്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടർ അപ് ടു പോയിൻറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രം 0 to x. അത് എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് ഫ്രം 0 to x ഐ ആർ എൽ മൈനസ് എക്സ് ഡി എക്സിന് എന്ത് എഴുതി ഐ ഇൻറ്റു ആർ ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്നാണ്. അതായത് ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നൗ ദ വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു പോയിൻറ്റ് ബി, അതായത് നമ്മളുടെ ഏറ്റവും ഫുൾ ഇത് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ പുട്ടിങ് എക്സ് ഇസിക്കൽ ടു എൽ. ടോട്ടൽ ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് എൽ ഇട്ട് കൊടുത്താൽ നമ്മൾ എക്സ് വരെ ഉള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ എക്സിന് എൽ മുന്നത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൽ എക്സിന് പകരം എന്താവും എൽ ഇൻറ്റു എൽ മൈനസ് എക്സ് സ്ക്വയറിന് പകരം എന്താവും എൽ സ്ക്വയർ ബൈ 2 എന്ന് പറയും. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഐ ആർ വരും. ദാറ്റ് ഈസ് ഐ ഇൻറ്റു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ നോക്കാം, ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു എൽ പ്ലസ് ഇവിടെ ഇങ്ങനെ വന്നില്ലേ ഹാഫ് ഐ ആർ എൽ സ്ക്വയർ വന്നതിനെ ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു എല്ലും ഐ ഇൻറ്റു ആറും ആക്കി. ഐ ഇൻറ്റു എല്ലും ഐ ഇൻറ്റു ആറും. അപ്പോൾ ഐ ഇൻറ്റു എല്ലിനെ ക്യാപിറ്റൽ ഐ കൊടുത്തു, ആർ ഇൻറ്റു എല്ലിനെ ക്യാപിറ്റൽ ആർ കൊടുത്തു. അപ്പോൾ ഐ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈസിക്കൽ ടു ഐ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് എൻട്രിങ് അറ്റ് പോയിൻറ്റ് എൻട്രിങ് പോയിൻ്റ് ആയാലുള്ള ആർ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ. Thus, a uniform loaded distributor fed at one end, the total voltage drop is equal to the produced by the whole of the load assumed to be constant at the middle point. അപ്പോൾ ഹാഫ് ഐ ആർ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മിഡിൽ പോയിൻറ്റിലാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് വൺ എൻഡിൽ എന്ത് ചെയ്തിരിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ്, ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ലോഡിങ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് സിംഗിൾ എൻഡാണ് നോക്കി, ഇവിടെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. Whenever possible, it is desired that a long distributor should be fed at both ends instead of at one end only. അപ്പോൾ ലോങ് ഡിസ്ട്രിബ്യൂട്ടർ ലൈനിൽ ഒരു സൈഡിൽ നിന്ന് ഫെഡ് ചെയ്യണതിന് രണ്ട് സൈഡിൽ നിന്നും ഫെഡ് ചെയ്യും. ഓക്കെ, സിൻസ് ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ് വിത്തൗട്ട് ഇൻക്രീസിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അതുകൊണ്ട് എന്താ വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും കൂടി വരുന്നത് എന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ഉണ്ട് വിചാരിക്കാം. 10 കിലോമീറ്ററിൽ നമ്മൾ ഫെഡ് അറ്റ് വൺ എൻഡ് ആണെങ്കിൽ ഏറ്റവും എൻഡിലേക്ക് എത്തുമ്പോൾ ഭയങ്കര വോൾട്ടേജ് ഡ്രോപ്പ് വരും അല്ലേ. നേരെ വെച്ചാൽ അവിടുന്നും കൂടി നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടിയിട്ട് മിഡിലായിട്ടും ഏകദേശം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ആ പറയണതിനെക്കാട്ടും ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ഉണ്ട്, 10 വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും കൂടി വരുമ്പോൾ നേരെ മിഡിലേക്ക് ആകുമ്പോൾ ഏകദേശം ഒരു 5ൻ്റെ അടുത്തേ വരുള്ളൂ. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ടു എൻഡ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ മേ ബി സപ്ലൈഡ് വിത്ത്, ഇനി രണ്ട് എൻഡിൽ നിന്നും കൊടുക്കുമ്പോൾ രണ്ട് എൻഡ് ഈക്വലായിട്ടും കൊടുക്കാം അൺഈക്വലായിട്ടും കൊടുക്കാം, അതാണ് ഓപ്ഷൻസ്. ഇത് ജസ്റ്റ് ഈ ഡെറിവേഷൻസ് പഠിക്കുക, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരിക. വളരെ സിമ്പിളാണ്, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട കേട്ടോ. നൗ ഫെഡ് അറ്റ് ടു എൻഡ്സ് വിത്ത് ഈക്വൽ വോൾട്ടേജ്, നമ്മൾ പറഞ്ഞ ഈക്വൽ വോൾട്ടേജ് ഉണ്ട് അൺഈക്വൽ വോൾട്ടേജ് പറഞ്ഞു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ യൂണിഫോം ലോഡിങ് പറഞ്ഞില്ല, യൂണിഫോം ലോഡിങ്ങിൻ്റെ പ്രോബ്ലം വരാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മിക്കവാറും എന്താണ് വരിക, നമ്മളുടെ കോൺസെൻട്രേറ്റഡ് ലോഡിങ്, ഇതേപോലെ കോൺസെൻട്രേറ്റഡ് ലോഡിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കും, ഇതിൻ്റെ ആയിരിക്കും, അത് തന്നെ ആയിരിക്കും വരിക. നമ്മൾ ട്യൂട്ടോറിയലിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കൺസിഡർ ഡിസ്ട്രിബ്യൂട്ടർ എ ബി, മറ്റേ ജസ്റ്റ് ഡെറിവേഷൻ ഒന്ന് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. കാരണം വെച്ചാൽ എന്താണ് ഇന്ന ടൈപ്പ് ലോഡിങ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണല്ലോ കേട്ടോ. കൺസിഡർ ഡിസ്ട്രിബ്യൂട്ടർ എ ബി ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് വോൾട്ടേജ് വി വോൾട്ട്സ്, അതായത് രണ്ടും ഈക്വൽ വോൾട്ട്സ് വി ആണ് ഫെഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹാവിങ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് I1, I2, I3, I4 ആൻഡ് I5 അറ്റ് CDEF നിന്ന് ടാപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് വോൾട്ടേജ് കുറയും. ഒരു ഇ എന്നുള്ള പോയിന്റ് വരെ ഇവിടുന്ന് അങ്ങനെ മൂവ് ചെയ്ത്, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈയുടെ അവിടെയാണ് മിനിമം വോൾട്ടേജ് വരിക എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ പോയിന്റ് കുറഞ്ഞ് വീണ്ടും ഇങ്ങനെ കൂടിയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കറൻസും എന്ത് ചെയ്താണ് നമ്മൾ എയിൽ നിന്നും ഇപ്പോൾ എന്താണ് പറയുക CDEFG ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈയുടെ അവിടെ ആയിരിക്കും മിനിമം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ദ കറണ്ട് ടാപ്ഡ് ഓഫ് അറ്റ് പോയിൻറ്റ് ഇ ഇറ്റ് സെൽഫ് വിൽ ബി പാർഷ്യലി സപ്ലൈഡ്. അപ്പോൾ ഈയുടെ അവിടുത്തെ കറണ്ട് ടാപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള കറണ്ടും ഉണ്ടാവും, ഇവിടുന്നുള്ള കറണ്ട്, ഇവിടുത്തെ പാർഷ്യൽ കറണ്ട് ഉണ്ട്, ഇവിടുത്തെ പാർഷ്യൽ കറണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദീസ് കറണ്ട്സ് ആർ എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഈയുടെ അവിടെ ഉള്ള എന്താണ് ടോട്ടൽ ഇൻകമിങ് കറണ്ടാണ് എക്സ്, ഇവിടുത്തെ ടോട്ടൽ ഇൻകമിങ് കറണ്ടാണ് വൈ. അപ്പോൾ I3 = എന്താണ് ഔട്ട് ഗോയിങ് എന്താണ് നമുക്ക് ആൽജിബ്രിക് സം ഓഫ് KCL പ്രകാരം ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട് = ടോട്ടൽ ഇൻകമിങ് കറണ്ട് അല്ലേ. ഇവിടെ ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ I3 മാത്രമേ ഉള്ളൂ അല്ലേ. ടോട്ടൽ ഇൻകമിങ് ഔട്ട് ഗോയിങ് കറണ്ട്, ടോട്ടൽ ഇൻകമിങ് കറണ്ട് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ട് എക്സും വൈയും. അപ്പോൾ I3 = എന്ത് എഴുതാം x+y എന്ന് എഴുതാം. Therefore we arrive at a very important conclusion that at a point of minimum potential current comes from both ends of the distributor. അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഇവിടെ ഈ I1 I2 വരുന്നത് വെച്ചാൽ ഇവിടെ I4 I5 ബിയിൽ നിന്നുള്ളതാണ് വരുന്നത് ഇവിടുത്തെ. പക്ഷേ മിനിമം പോയിന്റിൽ രണ്ടിൻ്റെയും പാർഷ്യൽ കറൻസ് എന്തായാലും വരും. പോയിൻറ്റ്സ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ജനറലി ഡിസൈഡ് ടു ലൊക്കേറ്റ് ദ പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ. There is a simple method for it. Consider a distributor AB having three concentrated loads I1, I2, I3 at point C, D, E respectively. Suppose that current supplied by feeding end A is IA. End A അവിടുന്ന് IA ആണെങ്കിൽ ഇതുണ്ടോ ഇവിടുന്ന് കറണ്ട് ഫീഡിങ് അറ്റ് എൻഡ് IA ആണെങ്കിൽ IAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IA ആയിരിക്കും അല്ലേ. IDE എന്ന് പറഞ്ഞാലോ IDE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അല്ല ഒരു മിനിറ്റ്, ICD പറഞ്ഞാൽ എന്തായിരിക്കും IA - I1 ആയിരിക്കും അല്ലേ. ഇനി IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IA - I1 - I2 അല്ലേ. ഓക്കെ, ദെൻ ഇത് I2 I3 ആണ് കേട്ടോ, I1 I2 I3 ആണിത്, തെറ്റരുത്. ഇനി IEB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും IA - I1 - I2 - I3 അല്ലേ. ഇതാണ് കറണ്ട് ഫ്രം എയിൽ നിന്ന് ഫെഡ് ചെയ്യുമ്പോൾ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ A ആൻഡ് B = വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ A ആൻഡ് B. അപ്പോൾ V - V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് IA × RAC. ഓക്കെ, IA × V - V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ വോൾട്ടേജ് അങ്ങനെയല്ലേ പോവുക. അപ്പോൾ ഇവിടെ എന്താ വരിക IA × എന്താണ് IAC × RA അല്ലേ വരിക, അതാണ് ഇവിടെ RAC, IA × RAC. ഇനി ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, ഇത് അവിടെ എഴുതിയിട്ടുണ്ട് IA - I1 × RCD. ഇവിടുത്തെ എന്തായിരിക്കും IA - I1 അങ്ങനെ എന്ത് ചെയ്യും ഇത് എഴുതും. ഫ്രം ദിസ് ഇക്വേഷൻ ദ അൺനോൺ IA ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ വാല്യൂ ഓഫ് അതർ ക്വാണ്ടിറ്റീസ് ആർ ജനറലി ഗിവൺ. അപ്പോൾ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എയുടെ അവിടുന്ന് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി 2 ends ഫെഡ് വിത്ത് അൺഈക്വൽ വോൾട്ടേജ്, രണ്ടിൽ വിക്ക് പകരം V1 ഉം V2 ആയിട്ട് വന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ബിറ്റ്വീൻ A ആൻഡ് B എന്ന് പറഞ്ഞാൽ = എന്താണ് വോൾട്ടേജ് ഓവർ AB ആണ് അല്ലേ. അപ്പോൾ V1 - V2 പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ AB ആണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് V2V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് A വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കി, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ ആകുമ്പോൾ V1 - V2 ആണ്. അപ്പോൾ അത് ആകുമ്പോൾ എന്താണ് രണ്ടും അൺഈക്വൽ വോൾട്ടേജ്, ഇവിടെ ഈക്വൽ വോൾട്ടേജ് കൊണ്ട് V - V നിർത്തും, രണ്ടും ഈക്വൽ. ഇവിടെ ആകുമ്പോൾ എന്താ V1 - V2 നിർത്തും. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് നോക്കേണ്ടത് വെച്ചാൽ ഇവിടുത്തെ അതേപോലെ തന്നെ വാല്യൂസാണ് ഇവിടെ വരിക. അപ്പോൾ ഫെഡ് അറ്റ് എൻഡ് A ആണെന്നുണ്ടെങ്കിൽ V1 - V2 നോക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു എയുടെ അവിടെ നിന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ നേരത്തെ ഇതേപോലത്തെ ഇക്വേഷൻസ് എഴുതി പോവും, അത്രേ വരുന്നുള്ളൂ കേട്ടോ. കാരണം IAC ഇവിടെ RAC ഉണ്ടാവും, ICD ഇവിടെ RCD ഉണ്ടാവും. അങ്ങനെ നേരത്തെ പോലെ വെറും വ്യത്യാസം എന്താണ്, നേരത്തെ V - V കാണാൻ പറയുന്നതിന് പകരം ഇവിടെ V1 - V2 ആണ് നമ്മൾക്ക് കാണാനുള്ളത്. നെക്സ്റ്റ് യൂണിഫോംലി ലോഡഡ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്. അവിടെ ഈക്വൽ വോൾട്ടേജ് ഉണ്ട്, അൺഈക്വൽ വോൾട്ടേജ് ഉണ്ട് അല്ലേ. ഈക്വൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂട്ട് ഉണ്ട്, അപ്പോൾ വിത്ത് ഈക്വൽ എൻഡ്, ഈക്വൽ വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് സെക്ഷനെ കാണുന്നുള്ളൂ. ഈക്വൽ എന്താണ് പറയുക സിംഗിൾ എൻഡും ബോത്ത് എൻഡും അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ബോത്ത് എൻഡിലുള്ള ഈക്വൽ വോൾട്ടേജ് വെച്ചിട്ടുള്ള നമുക്ക് കൺസിഡർ വോൾട്ടേജ് AB, ഒരു AB ഡിസ്ട്രിബ്യൂട്ടർ വിത്ത് L ലെങ്ത് മീറ്റേഴ്സ്, നേരത്തെ അതേ പറഞ്ഞ പോലെ ഹാവിങ് റെസിസ്റ്റൻസ് R ohm per meter run ആൻഡ് വിത്ത് യൂണിഫോം ലോഡിംഗ് ഓഫ് I amperes per meter run. അപ്പോൾ നേരത്തെ പോലെ ഓരോ മീറ്ററിലും I amperes എന്ത് ചെയ്തിട്ടുണ്ട് ടാപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് ദ ഡിസ്ട്രിബ്യൂട്ടർ ബി ഫെഡ് അറ്റ് ദ ഫീഡിംഗ് പോയിൻറ്റ്സ് A അറ്റ് ഈക്വൽ വോൾട്ടേജ് സേ V. അപ്പോൾ രണ്ട് സൈഡിലും എയിലും ബിയിലും എന്ത് ചെയ്തിട്ടുണ്ട് ഈക്വൽ വോൾട്ടേജ് ഫെഡ് ചെയ്തിട്ടുണ്ട്.
ദ ടോട്ടൽ കറണ്ട് സപ്ലൈഡ് ടു ദ ഡിസ്ട്രിബ്യൂട്ടർ. ടോട്ടൽ കറണ്ട് സപ്ലൈഡ് ടു ദ ഡിസ്ട്രിബ്യൂട്ടർ എന്നാൽ എന്തായിരിക്കും? ഐ ഓരോ മീറ്ററിലും ഇൻറ്റു എൽ മീറ്റർ, ഐ എൽ. ആസ് ദ ടു എൻഡ് വോൾട്ടേജസ് ആർ ഈക്വൽ, രണ്ട് എൻഡ് വോൾട്ടേജ് ഈക്വൽ ആയതുകൊണ്ട് ദെർഫോർ കറണ്ട് സപ്ലൈഡ് ഫ്രം ഈച്ച് ഫീഡിംഗ് പോയിൻറ്റ് ഈസ് ഐ ഇൻറ്റു എൽ ബൈ ടു. ഇവിടെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇതിൻ്റെ കറണ്ട് സപ്ലൈഡ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈച്ച് ഫീഡിംഗ് പോയിൻ്റ് എന്താണ്? ഐ എൽ ബൈ ടു ആയിരിക്കും. ദെർഫോർ ദ കറണ്ട് സപ്ലൈഡ് ഫ്രം ഈച്ച് ഫീഡിംഗ് പോയിൻ്റ് നമുക്ക് പറയാൻ പറ്റും ഐ ഇൻറ്റു എൽ ബൈ ടു. കൺസിഡർ എ പോയിൻറ്റ് സി at a distance x from the feeding point A. Thus the current at point C is equal to എന്താണ്? IL by 2 മൈനസ് IX. നമ്മൾ നേരത്തെ പോലെ IL by 2 ഇതിൻ്റെ ഹാഫ് ആയതുകൊണ്ട് നമ്മൾ സി വരെയുള്ളതിന് എന്ത് ചെയ്തു? ഫുൾ എന്താണ്? നമ്മളുടെ IL by 2 ആണ്, മൈനസ് IX. Therefore it is I into L by 2 minus 6. Now consider a small length dx near point C. ആ നിയർ പോയിൻറ്റ് സി നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആർ ഡി എക്സ് ആണെങ്കിൽ ദ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദ ലെങ്ത് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി വി ഈസ് ഈക്വൽ ടു എന്താണ്? ആ കറണ്ട് ഇൻറ്റു ആർ ഡി എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ ഐ ആർ ഇൻറ്റു എൽ ബൈ ടു എക്സ്, എൽ ബൈ ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് വന്നു. ദെർഫോർ വോൾട്ടേജ് ഡ്രോപ്പ് വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു പോയിൻറ്റ് സി എന്ന് പറഞ്ഞാൽ ഫ്രം ടു 0 to C, ആ സി വരെയുള്ള നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. 0 to C നേരത്തെ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇങ്ങനൊരു സാധനം കിട്ടി. ഇതിൽ നിന്ന് ഈ 2നെ പുറത്ത് എടുത്തപ്പോൾ IR by 2 ഇൻറ്റു LX മൈനസ് എക്സ് സ്ക്വയർ കൊണ്ടുവന്നു. ഒബ്വിയസ്ലി ദ പോയിൻ്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ വിൽ ബി അറ്റ് ദ മിഡ് പോയിൻറ്റ്. നമ്മൾക്കറിയാം രണ്ടും ഈക്വൽ ആയതുകൊണ്ട് മിഡ് പോയിൻറ്റിലാവും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ദെർഫോർ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ഒക്കർ അറ്റ് മിഡ് പോയിൻറ്റ്. അതുകൊണ്ട് തന്നെ മിഡ് പോയിൻറ്റിലാണ് മാക്സിമം വോൾട്ടേജ്. കാരണം ഇവിടെ രണ്ട് സൈഡിൽ നിന്ന് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയാൽ മിഡിലല്ലേ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മിഡ് പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എന്താണ്? എൽ ബൈ ടു ആണ്. അവിടെ നമ്മൾ എക്സ് ഈസിക്കൽ എൽ ബൈ ടു ആയിട്ട് നമ്മൾ എടുത്തു. ദെർഫോർ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇവിടെയുള്ള ഇതുണ്ടല്ലോ, നമുക്കിപ്പോൾ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഐ ആർ ബൈ ടു ഇൻറ്റു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? ഇവിടെ എക്സിന് പകരം എന്ത് ചെയ്തു? എൽ ബൈ ടു ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഐ ആർ ബൈ ടു എൽ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എൽ സ്ക്വയർ ബൈ 4 വന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്തു? 1/8 ഇൻറ്റു ഐ ആർ എൽ സ്ക്വയർ വന്നു. അപ്പോൾ ഐ ഇൻറ്റു എല്ലും ആർ ഇൻറ്റു എല്ലും കൂടെ ചെയ്യും. അപ്പോൾ അതിനെ ക്യാപിറ്റൽ ഐ എന്ന് നേരത്തെ പോലെ ഇട്ടു, ആർ ഇൻറ്റു എല്ലിനെ ക്യാപിറ്റൽ ആർ എന്നിട്ടു. ദെർഫോർ മിനിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ മിനിമം വോൾട്ടേജ് അവിടെ ഒക്കർ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? വി മൈനസ് ഐ ആർ ബൈ 8 വോൾട്ട്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് അൺഈക്വൽ വോൾട്ടേജ്. കൺസിഡർ ഡിസ്ട്രിബ്യൂട്ടർ എ ബി ഓഫ് ലെങ്ത് എൽ മീറ്റേഴ്സ് ഹാവിംഗ് റെസിസ്റ്റൻസ് ആർ ഒ പെർ മീറ്റർ റൺ ആൻഡ് വിത്ത് എ യൂണിഫോം ലോഡിംഗ് ഓഫ് ഐ ആംപിയേഴ്സ്. അപ്പോൾ എ ബി യൂണിഫോം മീറ്റർ ലെങ്ത്ത്, പക്ഷേ നമ്മൾക്ക് വോൾട്ടേജ് നമ്മൾ വി എ വി ബി പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് ഫ്രം കണ്ട വി എ വി ബി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് ദ പോയിൻ്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ സി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ മിഡിൽ പോയിൻ്റാണ് നമ്മൾ എടുത്ത് വെച്ചാൽ ഇവിടെ പറ്റില്ല. ഇവിടെ എന്താണ്? അൺഈക്വൽ വോൾട്ടേജ് ആയതുകൊണ്ട് സിയുടെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ സിയുടെ അവിടെ വരെ ഉള്ളത് എക്സും സി കഴിഞ്ഞിട്ടുള്ള എന്താണ്? എൽ മൈനസ് എക്സും ആണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ എ സി പറഞ്ഞാൽ എന്താണ്? ഐ ആർ എക്സ് സ്ക്വയർ ബൈ 2. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആർ ഇവിടുത്തെ നമ്മൾ നേരത്തെ അത് വെച്ചിട്ടാണ് നേരെ എഴുതിയത് ഐ ആർ എക്സ് സ്ക്വയർ ബൈ 2 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി. അതെങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കി നോക്കിയേ. ഇവിടെ ആറാണ് നമ്മളുടെ ഇതുള്ളത് അല്ലേ? നമ്മൾക്ക് എക്സ് ആണ് നമ്മളുടെ ഐ എക്സ് ആണ് നമ്മൾക്ക് ഇവിടെ വരെയുള്ള കറണ്ട്. അതിൻ്റെ ഹാഫ് ഇതാക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഐ ആർ എക്സ് സ്ക്വയർ ബൈ 2 എടുക്കും. ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് സി ഫ്രം ദ ഫീഡിംഗ് പോയിൻറ്റ് ബി ഈസ്, അതായത് സിയിൽ നിന്ന് ബിയിലേക്കുള്ള എൽ മൈനസ് എക്സ് ആൻഡ് ദെർഫോർ ദ കറണ്ട് ഫെഡ് ഫ്രം ബി ഈസ് ഐ ഇൻറ്റു എൽ മൈനസ് എക്സ്. ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ സെക്ഷൻ ബി സി ആണ് എന്താണ്? ഈ ഐ ആർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2ന് പകരം അവിടെ എന്ത് ചെയ്യും? എൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. ഈ ഐ ആർ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഐ ആർ ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം ഇവിടെ എന്ത് ചെയ്യും? എൽ മൈനസ് എക്സ് ഇട്ട് കൊടുക്കും അല്ലേ? അങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ ഐ ആർ ഇൻറ്റു എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പറഞ്ഞിട്ട് വന്നു. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് പോയിൻ്റ് അറ്റ് സി വി സി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എ മൈനസ് ഡ്രോപ്പ് എ സി ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡ്രോപ്പ് വി എ, ടോട്ടൽ ഡ്രോപ്പ് വി എ മൈനസ് ഇതാണ് ഈ സീൻ്റെ അവിടെ. അപ്പോൾ എന്താണ്? വി എ മൈനസ് ഐ ആർ എക്സ് സ്ക്വയർ ബൈ 2. അത് ഇക്വേഷൻ നമ്പർ 1. നൗ ഓൾസോ വോൾട്ടേജ് അറ്റ് പോയിൻറ്റ് സി വി സി ആണ് എന്താണ്? വി ബി മൈനസ് ഡ്രോപ്പ് ഓവർ ബി സി. ഇപ്പുറത്തു നിന്നുള്ള ഡ്രോപ്പ് ഓവർ ബി സി അല്ലേ? അപ്പോൾ വി ബി മൈനസ് നമ്മൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഐ ആർ മൈനസ് എൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2.
ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് നിങ്ങളിത് എഴുതി പോകണം എന്നാലും നിങ്ങൾക്ക് ഇതാവുള്ളൂ. 1 and 2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വി എ മൈനസ് ഐ ആർ എക്സ് സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ഇത് രണ്ടും എഴുതാം. കാരണം രണ്ടും നമ്മൾ കണ്ട് രണ്ട് ഈക്വലാണ് നമ്മൾ എന്ത് ചെയ്തു സ്ഥാപിച്ചു. സോൾവ് ചെയ്ത് ഇക്വേഷൻ ഫോർ എക്സ് ഇതിൽ നിന്ന് ഇക്വേഷൻ എക്സിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ബൈ ഐ ആർ എൽ പ്ലസ് എൽ ബൈ 2 എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സിനുള്ള പോയിന്റ്. As all the quantities on the right hand side of the equation are known, therefore the point on the distributor where minimum potential occurs can be calculated. അപ്പോൾ ഈ യൂണിഫോം ടൈപ്പ് ചോദിക്കും നിങ്ങൾ വിചാരിക്കേണ്ട, അതായത് പ്രോബ്ലത്തിന്. പക്ഷേ ഡെറിവേഷൻ ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. പ്രോബ്ലം മിക്കവാറും മറ്റേ മാത്രം തന്നെ 99% മറ്റേ തന്നെ ചോദിക്കുള്ളൂ. ഇതിനെക്കാട്ടി ഇത് ചെയ്യാൻ എളുപ്പമൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടിയും ചെയ്യാൻ നമുക്ക് ഇതായിട്ടുള്ളതുകൊണ്ട് അതന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, താങ്ക് യു.